നിങ്ങളുടെ ബന്ധത്തിലെ ശാരീരികമായ അടുപ്പം അതെങ്ങനെ കുറച്ചുകൂടി മനോഹരമാക്കാമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത്, കൈകൾ ഉപയോഗിച്ച് നമ്മുടെ പങ്കാളിക്ക് എങ്ങനെ കൂടുതൽ സന്തോഷം നൽകാം. നമുക്കൊന്ന് നോക്കാം. കൈകൾ ഉപയോഗിച്ച് പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നത് അതൊരു വെല്ലുവിളിയായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പലർക്കും ഉള്ളിലൊരു ചെറിയ സംശയം കാണും, അല്ലേ? ഞാനീ ചെയ്യുന്നത് ശരിയാണോ? അവർക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനൊരു ചിന്തയൊക്കെ മനസ്സിൽ വരാം. അപ്പം നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നോർത്തോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്നാൽ സത്യം പറഞ്ഞാൽ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഒരു ആശങ്കയൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു സന്തോഷവാർത്തയുണ്ട്. എന്താണെന്ന് വെച്ചാല് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ സ്ട്രോങ് ആക്കാനും സഹായിക്കും. അപ്പൊ ശരി, എവിടെന്നാ തുടങ്ങേണ്ടത്? ഇതിന്റെ ഉത്തരം തേടി നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതെ, നിങ്ങളുടെ പങ്കാളി തന്നെയാണ് ഇതിലെ എക്സ്പേർട്ട്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. പലർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഈ ഒരു കാര്യത്തിൽ കുറച്ച് ആത്മവിശ്വാസക്കുറവുണ്ടാകുന്നത് സാധാരണമാണ്. ഞാൻ ചെയ്യുന്നത് പങ്കാളിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം മനസ്സിൽ വരും. അത് വളരെ സ്വാഭാവികവുമാണ്. പക്ഷെ പേടിക്കേണ്ട, ഇത് മറികടക്കാൻ വളരെ സിമ്പിളായ ചില വഴികളുണ്ട്. അപ്പോ അവർക്ക് എന്താണിഷ്ടമെന്ന് മനസ്സിലാക്കാൻ ഇതാ 2 എളുപ്പവഴികൾ. ഒന്നാമത്തേത്, കണ്ടുപഠിക്കുക. അതായത്, നിങ്ങളുടെ പങ്കാളി സ്വയം സന്തോഷിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അവരുടെ രീതി, സ്പീഡ്, അവരെവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ ശരിക്കും സഹായിക്കും. ഇനി രണ്ടാമത്തെ വഴി, അത് ഇതിലും എളുപ്പമാണ്. അവരെ നയിക്കാൻ അനുവദിക്കുക. അതായത്, നിങ്ങളുടെ കൈ അവരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് അവർ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കൈ ചലിപ്പിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം മതിയോ? പോരല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അനുഭവത്തെ എങ്ങനെ കുറച്ചും കൂടി അടിപൊളിയും ആഴമുള്ളതുമാക്കാമെന്നാണ്. അതിനു വേണ്ടത് ശ്രദ്ധയും പിന്നെ കുറച്ച് വെറൈറ്റിയുമാണ്. ഇതാണ് നമ്മളെ എപ്പോഴും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അതായത്, ഇതിനൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഫോർമുല ഇല്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഒരു മികച്ച അനുഭവത്തിന് വേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ പങ്കാളിയുടെ റിയാക്ഷൻസ് വളരെ ശ്രദ്ധയോടെ നോക്കുക. അവരുടെ ചെറിയ ശബ്ദങ്ങൾ, ശ്വാസമെടുക്കുന്ന രീതി, ശരീരത്തിന്റെ ചലനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സൂചനകളാണ്. പിന്നെ എപ്പോഴും ഒരേ രീതി തന്നെ ഫോളോ ചെയ്യരുത്. ഇടയ്ക്ക് സ്പർശനത്തിലും ടെക്നിക്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവരൊന്ന് സർപ്രൈസ് ചെയ്യുക. അതാ നിമിഷങ്ങളെ കൂടുതൽ ആസ്വാദ്യകരമാക്കും. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത്, ആ അവസാന നിമിഷം, ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണത്? ഇതാണ് ആ ഗോൾഡൻ റൂൾ. നിങ്ങളുടെ പങ്കാളി ആ ഒരു രതിമൂർച്ചയിലേക്ക് അടുക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന രീതി മാറ്റരുത്. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ടെക്നിക്ക് മാറ്റുകയോ ചെയ്താൽ അത് ആ ഒരു ഒഴുക്കിനെ മൊത്തത്തിൽ നശിപ്പിക്കും. അതുകൊണ്ട് ആ നിമിഷം വരെ നിങ്ങൾ എന്തു ചെയ്തോ അത് അതേപോലെ തന്നെ തുടരുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണല്ലേ? പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ രഹസ്യം അതല്ല. ഈ ശാരീരികമായ കാര്യങ്ങൾക്കപ്പുറം ഈ അനുഭവത്തെ ശരിക്കും പൂർണ്ണമാക്കുന്നത് മറ്റൊന്നാണ്. അത് മാനസികമായ ഒരു അടുപ്പമാണ്. അല്ല, ശരിക്കും ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്രയൊക്കെ ടെക്നിക്കുകൾ പഠിച്ചാലും പരസ്പരം തുറന്ന് സംസാരിക്കുന്നതിനേക്കാൾ വലിയൊരു വിദ്യ വേറെയുണ്ടോ? നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പേടിയില്ലാതെ പങ്കുവെക്കാൻ കഴിയുമ്പോഴല്ലേ ഏതൊരു ബന്ധവും കൂടുതൽ മനോഹരമാകുന്നത്. അപ്പോൾ ഈ ശാരീരികമായ അടുപ്പത്തിനപ്പുറം യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനം ഈയൊരു മാനസികമായ കണക്ഷൻ തന്നെയല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?